എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. KSRTC കൺസ്ട്രക്ഷന് ഇനി മുതൽ എല്ലാ വിഭാഗത്തിലുള്ള സ്റ്റുഡൻസും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടുന്നത്. ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കുന്ന 2 വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ 2 വീഡിയോകളുടെയും ലിങ്കുകൾ കൊടുത്തിരിക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് റീസബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് ID കാർഡ് ഇല്ലാത്തവർ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ റോൾ നമ്പരും അഡ്മിഷൻ നമ്പരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംശയങ്ങൾ തുടങ്ങിയവയൊക്കെ നമ്മൾ വീഡിയോയിൽ നോക്കുന്നുണ്ട്. തൊഴിൽ വിദ്യാഭ്യാസപരമായ വീഡിയോകൾ ഉൾപ്പെടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 25ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു യൂസർ ഐഡിയും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ആ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തവർക്ക് വെബ്സൈറ്റിലും ലോഗിൻ ചെയ്യാൻ സാധിക്കും. അതേസമയം തിരിച്ചും വെബ്സൈറ്റിൽ ചെയ്തവർക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലും ചെയ്യാൻ സാധിക്കും. രണ്ടിലും എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സൈൻ ഇൻ ചെയ്യുകയാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കും. ഇവിടെ നമുക്ക് കാണാം ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. അതേസമയം KSRTCയുടെ അപ്രൂവൽ പെൻഡിങ്ങിലാണെന്നും കാണാം. ഈ സ്റ്റാറ്റസിന് തൊട്ടു താഴെയായി കാണുന്ന വ്യൂവിൽ പ്രസ് ചെയ്താൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ലഭിക്കും. അവിടെ നോക്കി എന്താണ് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്തൊരു പ്രിൻറ്റും ഒക്കെ കൊടുക്കുകയും ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. ആ പേജിൽ തന്നെ മുകളിലായി റീസബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നൊരു ടാബ് കാണാം. അവിടെ പ്രസ് ചെയ്താണ് നമുക്ക് എഡിറ്റ് ചെയ്യാനും റീസബ്മിറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകേണ്ടത്. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. സെലക്ട് സ്കൂൾ ഓർ കോളേജ് രജിസ്ട്രേഷൻ, ഏതാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. സ്കൂൾ കൺസെഷന് വേണ്ടി അപേക്ഷിച്ചവർ സ്കൂൾ രജിസ്റ്ററും കോളേജ് കൺസെഷന് വേണ്ടി അപേക്ഷിച്ചവർ കോളേജ് രജിസ്റ്ററുമാണ് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഞാൻ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, പുതിയ നിർദ്ദേശങ്ങളും വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. കാണിക്കാം. വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത് കണ്ടത്. തുടർന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് വരുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത വിവരങ്ങളൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉൾപ്പെടെ എന്ത് വിവരങ്ങൾ വേണമെങ്കിലും ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തെറ്റിപ്പോയത് ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്ത് താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപേക്ഷിക്കുന്ന വീഡിയോയിൽ ഇവയൊക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല. സംശയമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ രജിസ്റ്റർ നമ്പറോ റോൾ നമ്പറോ ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലാത്തവർക്ക് അഡ്മിഷൻ നമ്പർ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സും ഡിവിഷനും കൊടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഓരോ നമ്പർ ഉണ്ടാകും. ആ നമ്പരും വർഷവും ചേർത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ITI പാരലൽ കോളേജ് തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ടവർ കോളേജ് കാറ്റഗറിയിലാണ് അപേക്ഷിക്കേണ്ടുന്നത്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്കും കൺസെഷൻ ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. പാരലൽ കോളേജ് ഉൾപ്പെടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവർക്കും കൺസെഷൻ ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. നിയമങ്ങളിലൊന്നും യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഓൺലൈനിലേക്ക് മാറി എന്നൊരു മാറ്റം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. നിയമങ്ങളെല്ലാം പഴയതുപോലെ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി എന്തും ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്പീൽ എന്നുള്ളൊരു ഓപ്ഷൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഇതുവരെയും വന്നിട്ടില്ല. ഇവിടെ നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് ഓരോ ഡീറ്റെയിൽസും കൊടുത്തു പോകാം. അതേപോലെ റൂട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നേരത്തെ നമുക്ക് 2 റൂട്ടുകൾ വരെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 4 റൂട്ടുകൾ വരെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് 2ഉം 3ഉം ബസ്സുകൾ മാറി കയറി പോകേണ്ടുന്നവർക്ക് അങ്ങനെ അത് റൂട്ട് തിരിച്ചു കൊടുക്കാനുള്ള സൗകര്യം കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ APL BPL AY കാർഡിനെക്കുറിച്ചും ഡിക്ലറേഷൻ ഫോമിനെക്കുറിച്ചും സത്യവാങ്മൂലത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ രജിസ്ട്രേഷൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിംഗ് ആണ്. ഫയൽ സൈസിനെ കുറിച്ചൊക്കെ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വീണ്ടും എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ID കാർഡിൻ്റെ ഒരു സംശയം സ്കൂൾ വിഭാഗത്തിലുള്ളവർക്കുണ്ട്. ID കാർഡ് ഇല്ല എന്നുള്ളത്. അത് സമ്പൂർണ്ണയിൽ ലോഗിൻ ചെയ്ത് ID കാർഡ് എടുക്കാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. സ്കൂൾ വിഭാഗത്തിലുള്ളവർക്ക് സ്കൂളിൽ നിന്നും സമ്പൂർണ്ണയിൽ ലോഗിൻ ചെയ്ത് ID കാർഡ് എടുക്കാം. അവിടെ ഫോട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഫോട്ടോ കൂടി സ്കൂളിൽ കൊടുത്ത് അത് അപ്ലോഡ് ചെയ്യിച്ച് ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് മേടിച്ച് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രീവിയസ് കൺസെഷൻ കാർഡുള്ളവർക്ക് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നതുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവൽ ഫോം, പ്രധാനമായിട്ടും കോളേജിൽ പഠിക്കുന്നവർക്കാണ് ഇങ്ങനെയൊരു ഫോം കൊടുക്കേണ്ടി വരുന്നത്.
അങ്ങനെയുള്ളവർ അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പഠിക്കുന്ന സ്ഥാപനത്തിൽ അന്വേഷിച്ചാൽ ഈ ഒരു അപ്രൂവൽ ഫോമിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് അടുത്ത പേജിൽ വന്ന് അവിടെയും ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. നേരത്തെ രജിസ്ട്രേഷൻ ചെയ്തതുപോലെയുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെയും ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. സംശയമുള്ളവർക്ക് രജിസ്ട്രേഷൻ വീഡിയോകൾ കാണാവുന്നതാണ്. അതിനുശേഷം അവിടെയുള്ള ചെക്ക് ബോക്സിലൊക്കെ ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഒരു വിൻഡോ അവിടെ വരികയും നേരത്തെ പെൻഡിങ് എന്നും അതേപോലെ അപ്രൂവൽ എന്നും ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, KSRTC പെൻഡിങ് ആയിരുന്നു കാണിച്ചത്. അതിന് താഴെയായിട്ട് മറ്റൊരു ടാബും കൂടി വരുന്നതാണ്. അവിടെ നമുക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷനും KSRTCയും ആപ്ലിക്കേഷൻ പെൻഡിങ് എന്ന് ആദ്യം അപേക്ഷിച്ചതുപോലെ കാണിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഇനി KSRTCയും ഇൻസ്റ്റിറ്റ്യൂഷനും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ SMS കൃത്യമായി മൊബൈലിൽ വരുന്നതുമായിരിക്കും. മുകളിൽ കാണുന്ന റീസബ്മിഷൻ ടാബിൽ വീണ്ടും റീസബ്മിഷൻ കൊടുത്ത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇത് സംബന്ധിച്ച എല്ലാ SMS സമയാസമയങ്ങളിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്നതാണ്. ഈ എഡിറ്റ് ചെയ്ത സമയത്ത് മൊബൈൽ നമ്പർ ഉൾപ്പെടെ മാറ്റാൻ സാധിക്കുന്നത് 1 മാസം അല്ലെങ്കിൽ 3 മാസം പീരീഡാണ് കൊടുക്കുന്നത്. ആ 3 മാസം അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ റിന്യൂ ചെയ്യാനുള്ള ടാബ് ഇവിടെ തന്നെ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ളവർക്ക് keralaconstruction@gmail.com എന്ന മെയിൽ ID ഉണ്ട്. അതിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. കൂടാതെ കോൺടാക്ട്സ് എന്ന വിഭാഗത്തിൽ നമ്പറുകളും കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ ഈ ഒരു ലോഗിനിൽ നിന്ന് തന്നെ നമുക്ക് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ സ്മാർട്ട് കാർഡ് ആക്കുന്ന കാര്യവും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ തന്നെ വ്യൂവിൽ പ്രസ് ചെയ്താൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ അവിടെ ഡീറ്റെയിൽസ് വരുന്നതാണ്. അങ്ങനെ ഒരു പ്രിൻ്റ് എടുക്കാനേ മാർഗമുള്ളൂ. ഇവിടെ ഈ ഒരു പ്രിൻറ്റിൻ്റെ കാര്യം പലരും ചോദിക്കാറുണ്ട്. പ്രിൻ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ സ്ഥാപനത്തിൽ പറഞ്ഞു കൊടുത്താലും അവർക്ക് അവരുടെ ലോഗിനിൽ നിങ്ങൾ കൊടുത്ത അപേക്ഷ അവിടെ വന്നിട്ടുണ്ടാകും. അവിടെ നിന്നും അതെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി പുതിയ കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി വന്നിട്ടുണ്ട്. വീഡിയോ ചെയ്ത് തീർന്നപ്പോഴാണ് അത് കാണുന്നത്. പുതുതായിട്ട് നമ്മൾ മുകളിൽ ഡൗൺലോഡ്സിൽ പ്രസ് ചെയ്താൽ അവിടെ ഡോക്യുമെൻറ്റ്സ് ടു ബി അപ്ലോഡഡ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പുതിയ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്യേണ്ട KSRTC തന്നെ അപ്രൂവ് ചെയ്തുകൊള്ളും എന്നൊരു വാർത്തയും കണ്ടു. ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടുന്നത് എന്താണെന്നും അതേപോലെ BPLന് ഫ്രീ കൺസെഷനും അതേപോലെ APL വിഭാഗത്തിന് 30% മാത്രമേ കൺസെഷനുള്ളൂ എന്ന് കാണാം. സർക്കാർ എയ്ഡഡ് വിഭാഗത്തിൽ ഇൻകം ടാക്സ് ഒടുക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് 30% കൺസെഷനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെൽഫ് ഡിക്ലറേഷൻ APL വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രം സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൺസെഷൻ പുതുക്കുന്ന സമയത്ത് പഴയ കൺസെഷൻ കാർഡും കോഴ്സ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോം 1 അപ്രൂവൽ ഫോമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇവിടെ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ആ സ്ഥാപന മേലധികാരി ഇവിടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് ഒപ്പം സീലും വെച്ച് തരുന്ന ഒരു ഫോമാണ്. ഇത് പ്രിൻ്റ് എടുത്ത് ഈ അപ്രൂവൽ ഫോം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡൗൺലോഡ്സിൽ തന്നെ താഴെയായി SOP എന്ന് പറഞ്ഞ് കോളേജ് സ്റ്റുഡൻസിനും സ്കൂൾ സ്റ്റുഡൻസിനുമുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ SMS വരുന്ന മുറയ്ക്ക് ഡിപ്പോയിൽ നിന്നും കൺസെഷൻ കാർഡ് കൈപ്പറ്റാമെന്നും ഒരു കൺസെഷൻ കാർഡിന് ID കാർഡും 2 ഫോട്ടോയുമായി ആ ഡിപ്പോയിലെത്തിയ വേണം സ്റ്റുഡൻറ്റ് കൺസെഷൻ കാർഡ് കൈപ്പറ്റേണ്ടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടാതെ SMS വരുന്ന മുറയ്ക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് നടത്താമെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.